ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. 3 വർഷം കൊണ്ട് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിലായിരുന്ന 3 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്ത് അൽമായ നേതൃത്വത്തിലുള്ള ഓരോ വ്യക്തിയുടെയും വീടും വീട്ടുകാരെയും ഹൃദയത്തിലാക്കിയ വ്യക്തിയാണ് 2001 കാലഘട്ടത്തിൽ കേരളത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിയച്ചൻ. അദ്ദേഹം കടന്നു ചെല്ലാത്ത വീടുകളില്ല. നവീകരണ നേതൃത്വത്തിലുള്ള വ്യക്തികളിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയും സാമീപ്യവും സ്നേഹവും അനുഭവിക്കാത്ത വ്യക്തികളുമില്ല. അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഈ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിയച്ചൻ നമ്മുടെ മുമ്പിൽ തുറന്നു പങ്കുവയ്ക്കുന്നു. നമുക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ സ്നേഹാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാം. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ സമ്മാനമാണ് കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകൾ. ജോൺ 23-ാം പാപ്പയാൽ 1959 ജനുവരി 25-ന് പ്രഖ്യാപിക്കപ്പെട്ട 2-ാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലുള്ള ഡ്യൂക്കെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പറ്റം യുവജനങ്ങൾ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ 1967 ഫെബ്രുവരിയിൽ പ്രത്യേകമായ ഒരു ആത്മാഭിഷേകം അവരിലേക്ക് പറന്നിറങ്ങി. ഇതായിരുന്നു നവീകരണത്തിൻ്റെ ആരംഭം. പിന്നീടങ്ങോട്ട് ദൈവാത്മാവിൻ്റെ ഒരു നിലയ്ക്കാത്ത ചലനമാണ് സഭയിൽ നാം ദർശിക്കുന്നത്. കേരള കത്തോലിക്ക സഭയിലെ നവീകരണ സമൂഹത്തിനെ ദിശ തെറ്റാതെ നയിച്ച ഇടയന്മാർ നിരവധിയാണ്. ഇത് 2001-2004 കാലഘട്ടങ്ങളിൽ KSTയെ നയിച്ച ഫാദർ ജെയിംസ് കക്കുഴി. നവീകരണം അടിസ്ഥാനപരമായി ഇടവക തലത്തിൽ പരിപോഷിപ്പിക്കപ്പെടണമെന്ന് ആഴത്തിൽ ചിന്തിച്ച വൈദികൻ. കാലഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹത്തെ നയിച്ച തൻ്റെ അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട കക്കുഴിയച്ചൻ നമ്മോട് പങ്കുവച്ചു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ കക്കുഴിയച്ചൻ അച്ഛൻ്റെ വ്യക്തിജീവിതത്തിലെ ദൈവിക വഴിനടത്തലുകളും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ അച്ഛൻ നടന്ന വളരെ വ്യത്യസ്തമായ വഴികളെക്കുറിച്ചൊക്കെ അച്ഛൻ വളരെ വിശദമായി സംസാരിച്ചു. ഇത് നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 2017 കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി ആകുന്നു. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ കുറച്ചുകൂടി കരിസ്മാറ്റിക് നവീകരണത്തിൽ ജീവിക്കുന്ന, കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരുന്ന കക്കുഴിയച്ചൻ്റെ കുറച്ചുകൂടി ഹൃദ്യമായ ദൈവാനുഭവങ്ങൾക്കായി ഞങ്ങൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും അച്ഛനെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. അച്ഛാ, കരിസ്മാറ്റിക് നവീകരണം 50 ആണ്ടാവുകയാണ്. ലോകത്ത് സഭയിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചിട്ട് കേരളത്തിൽ അത് 40 കൊല്ലങ്ങൾ പൂർത്തിയാവുന്നു. അച്ഛന് കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന കാലം മുതൽ വളരെ അടുത്ത് കരിസ്മാറ്റിക് നവീകരണത്തെ അനുധാവനം ചെയ്ത വ്യക്തി എന്ന വണ്ണം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഈ കഴിഞ്ഞ 40 കൊല്ലത്തെ വളർച്ചയെ അച്ഛൻ വളരെ വ്യക്തിപരമായിട്ട് എങ്ങനെ നോക്കിക്കാണും? പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വ്യക്തിപരമായി ദൈവസ്നേഹം അനുഭവിക്കുകയും യേശു അനുഭവത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ആത്മായരെ നല്ല രീതിയിൽ നമുക്ക് നവീകരണ രംഗത്ത് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സഭയ്ക്ക്. രണ്ടാമത്, കുടുംബ നവീകരണം. സഭ ഇന്നും ഊന്നൽ കൊടുക്കുന്നതാണ് കുടുംബത്തിന്. ധാരാളം കരിസ്മാറ്റിക് കുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരും മക്കളൊക്കെ കൂട്ടായ്മയിൽ സഭ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ വളരുന്ന കൂട്ടായ്മകൾ രൂപീകരിക്കാൻ കുടുംബ പശ്ചാത്തലത്തിൽ. മൂന്നാമത്തെ തലം, അത് ഇടവക തലത്തിൽ വരുമ്പോഴും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയും ഇടവകയിലൊക്കെ സജീവമായി നിന്നുകൊണ്ട് ഇടവകയെ നവീകരിക്കുന്ന നവീകരണം. കാരണം സഭ തന്നെ ആഗ്രഹിച്ച കാര്യമാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ,
ഒരു നവീകരണ സഭയിൽ ആവശ്യമാണെന്നും അങ്ങനെ ഒരു സഭയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ 2ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ കൂടിയത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇടവകയും അതുപോലെ രൂപതാ ലെവലിലൊക്കെ ഓൾ കേരള ലെവലിൽ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ നമുക്ക് അതിൻ്റെ വലിയ നന്മകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ നന്മയായി നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും. അതുപോലെ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു, അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് അച്ഛൻ ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ഇത്ര ഫലപ്രദമായിട്ട് അച്ഛൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ സഭയെ ശുശ്രൂഷിക്കാൻ കഴിയുമായിരുന്നോ എന്നൊരു ഭയമാണ് അച്ഛൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനെ പോലെയുള്ള ധാരാളം വൈദികരെയും ഒത്തിരി അൽമായരെയും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തോടൊപ്പമുള്ള മനുഷ്യൻ്റെ വളരെ ലൈവായിട്ടുള്ളൊരു യാത്ര. ദൈവം അകലെയല്ലെന്നും കൂടെയാണെന്നും ഒക്കെ ഉള്ളത്. ശരിക്കും അങ്ങനെ അച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ വളരെ വ്യക്തിപരമായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പുറകോട്ട് പോവുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ഒരു യാത്ര, അങ്ങനെ അച്ഛൻ്റെ കൂടെ നടക്കുന്ന, അച്ഛനെ അടുത്തിരുന്ന് സ്നേഹിക്കുന്ന, അച്ഛനെ തിരുവചനം പറഞ്ഞ പോലെ ഉള്ളംകൈയിൽ താങ്ങുന്ന, ശരിക്കും അങ്ങനെ ഒരു സ്നേഹാനുഭവത്തിലല്ലേ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ യാത്ര ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇന്നും ഞാൻ 25 വർഷമായി ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഇന്നും ഈ തലത്തിൽ തന്നെ നിൽക്കാൻ, കുഞ്ഞ് ഇടവകയൊക്കെ ഇടവകയാണെങ്കിലും ആ ഇടവകയെ ഉൾക്കൊണ്ട് ഇടവകയിലെ കാര്യങ്ങൾ ചെയ്തും അതിനപ്പുറത്ത് ഇന്നും ഈ ധ്യാന ശുശ്രൂഷയിലും പ്രാർത്ഥനാന്തരീക്ഷത്തിലും പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകാൻ ഒരു കരിസ്മാറ്റിക് വൈദികൻ എന്നറിയപ്പെട്ടുകൊണ്ട്, ഇത് കരിസ്മാറ്റിക് ശൈലിയാണ്, അതൊരു സഭ ആഗ്രഹിക്കുന്ന ഒരു കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റി, ആ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇന്നും. അച്ഛാ, അതുപോലെ ചിലപ്പോൾ കാണുന്നൊരു പ്രതിസന്ധി, അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരുന്നു എന്ന് പറയുന്നവർ പോലും പുറകോട്ട് പോകുന്നു. ജീവിതത്തിലൊരു തിക്താനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു രോഗം, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യരങ്ങോട്ട് ഈ ഉറച്ചു നിൽക്കുന്നവർ പോലും ചിലപ്പോൾ അങ്ങോട്ട് ഇട്ടിട്ട് പോകുന്നു, കൂട്ടായ്മയിൽ നിന്നകന്നു പോകുന്നു. ശരിക്കും പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടല്ലേ വളരേണ്ടത്? കരിസ്മാറ്റിക് നവീകരണം ക്രൈസ്തവ ജീവിതത്തിൽ പൊതുവേയും അതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രത്യേകിച്ചും ഈ പ്രതിസന്ധികൾ നേരിട്ട് അതിനെ അതിജീവിച്ച് ധൈര്യത്തിലല്ലേ നമ്മൾ വളരേണ്ടത്? തീർച്ചയായിട്ടും. ഈ പ്രശ്നങ്ങളെ 2 രീതിയിലാണ് മനുഷ്യൻ കാണുന്നത്. ഒന്ന് പ്രശ്നമായിട്ട് തന്നെ കാണും. പ്രശ്നമായിട്ട് കണ്ടാൽ ആ വ്യക്തി തളർന്നു പോകും, ദൈവത്തെ പോലും നിഷേധിക്കും. കാരണം ദൈവം എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം തന്നു, സഹനം തന്നു എന്ന് ചിന്തിച്ചിട്ട് തളർന്നു പോകുന്ന അനുഭവങ്ങളുണ്ടാവും. അതുപോലെ കരിസ്മാറ്റിക് നവീകരണം എപ്പോഴും കൊടുക്കുന്നത് ചലഞ്ചായിട്ട് എടുക്കാനാണ് പറയുന്നത്. ഒരിക്കലും പ്രശ്നങ്ങളെ ഒഴിവാക്കാനോ രോഗങ്ങൾ ഇല്ലാതെയാക്കാനോ ഒന്നും നമുക്ക് സാധിക്കുക. അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. വെല്ലുവിളിയായിട്ട് ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പുൾട്ടൻഷീൻ്റെയൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്നലകളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം നമുക്കൊരു കുറ്റബോധം പോലും ആ രംഗത്ത് ആവശ്യമില്ല. ഏത് പാപാവസ്ഥയിലായിരുന്നാൽ പോലും ദമരാൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് ലൂക്ക 9:62 തിരുവചനമാണ് പുൾട്ടൻഷീൻ പറയുന്നത്. കലപ്പയെ കൈപിടിച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. നവീകരണത്ത് വന്ന ഒരു വ്യക്തിക്ക് ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കലപ്പയെ കൈപിടിച്ച്, കലപ്പ അദ്ദേഹം കർത്താവായിട്ടാണ് പറയുന്നത്, യേശുവിൽ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവന് പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല, അവൻ മുന്നോട്ട് നോക്കിയാൽ മതി. എപ്പോഴും പുറകെ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടെയാണ് പുൾട്ടൻഷീൻ ഫിലിപ്പിയ ലേഖനം 4:13 ഉദ്ധരിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട. 4:13 ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തും വന്നോട്ടെ. അവിടെ കരിസ്മാറ്റിക് നവീകരണം എന്നെയൊക്കെ സ്വാധീനിച്ച മർമ്മപ്രധാന വചനം എന്ന് റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും. ഏറ്റവും സുഖ കാര്യം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. എല്ലാം ദൈവഹിതമാണ്. അപ്പോൾ സഹനമുണ്ടാകും, നമുക്ക് തിരിച്ചടികളുണ്ടാകും, നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അവിടെയൊന്നും നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകാതെ ശക്തനാക്ക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. പക്ഷെ നവീകരണ രംഗത്ത് എനിക്ക് ചെറിയൊരു പരാതി പറയാനുള്ളത്, ഇന്ന് ഈ രോഗശാന്തിക്കും അതിനെല്ലാം ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ആശ്വാസങ്ങളാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ആശ്വസിക്കുന്ന ദൈവത്തെ അല്ല. ആശ്വസിപ്പിക്കുന്നതിനായ ദൈവത്തെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു വിഷയവും നമ്മളെ ഒരു ടെൻഷനായിട്ട് മാറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആശ്വാസം തേടിപ്പോയാൽ നിരാശയുണ്ടാവും. എപ്പോഴും ദൈവം ആശ്വാസം അന്നൊന്നും വരില്ല. വിശുദ്ധർക്കൊന്നും ഈശോയ്ക്ക് പോലും ആശ്വാസം കിട്ടിയില്ലല്ലോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്താ എന്ന് പറഞ്ഞിടത്ത് എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന പിതാവ് പറഞ്ഞേ. ശക്തി കിട്ടി. ആ ഈശോ ചലഞ്ചായിട്ട് എടുത്തു, അതിനെ വെല്ലുവിളിയായിട്ട് എടുത്തു. അച്ഛൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കുറച്ചുകൂടി ഒന്നുകൂടി അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ, അതായത് അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് ജീവിതത്തിൽ ചിലപ്പം പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ
അത് ഇടവക ജീവിതത്തിലാവാം. അച്ഛൻ അതിനെ നേരിട്ട ഒരു കുറച്ചുകൂടി ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിട്ടത്? ഞാൻ കുഞ്ഞു ഉദാഹരണം പറഞ്ഞു. ഞാൻ 90-2000 രൂപ ഡയറക്ടറായിരുന്നു. എനിക്ക് 10 കൊല്ലം. 2000-ൽ ഞാൻ അന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞ് ഇടവകയാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് 650 വീട്ടുകാരുള്ള ബഥേൽ എന്ന് പറയുന്ന ഹൈറേഞ്ചിലെ ഒരു ഇടവക എനിക്ക് കിട്ടിയത്. യഥാർത്ഥത്തിൽ അങ്ങോട്ട് ഞാനന്ന് ഒരു സുമോ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഇറങ്ങിയിട്ട് ഹൈറേഞ്ചിലെ ബണ്ണ് റോഡാണ്. ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫറായി പോകുന്നത് എൻ്റെ വണ്ടി അന്ന് മഴക്കാലത്ത് ജൂലൈ മാസത്തിൽ വഴിയിൽ തള്ളിയാണ് വണ്ടി കയറ്റുന്നത്. അപ്പോൾ ഈ സുമോ ഒന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ല. പക്ഷേ എങ്കിലും ഈ വലിയ ഇടവക കിട്ടിയിട്ടും ഈ അസൗകര്യമുള്ള ഇടവക കിട്ടിയിട്ടും ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ ഇടവകയിൽ തന്നെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. 650 വീട്ടുകാരുണ്ടല്ലോ, പുറത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് 650 വീട്ടുകാർ ഇടവകയിൽ കിട്ടിയിരിക്കുന്നത്. ആദ്യം യൂത്ത് ധ്യാനം സംഘടിപ്പിച്ചു. അവിടെ പിള്ളേർ കിടന്ന് ധ്യാനം കൂടി 200ഓളം പിള്ളേർ 2 പ്രാവശ്യം യൂത്തിനെ ധ്യാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 100 യുവജനങ്ങളെ കിട്ടി, നല്ല അഭിഷേകമുള്ള യുവജനങ്ങൾ. കപ്പിൾസ് റിട്രീറ്റ് നടത്തി അവിടെ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ധ്യാനം നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു കൺവെൻഷൻ വെച്ചു. 8000 പേര് പങ്കെടുത്തൊരു കൺവെൻഷൻ നടന്നു. അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് ആ ബഥേൽ ഇടവകയിൽ ആൾക്കാർ മദ്യപിക്കാതെയായി, കുടുംബ വഴക്കുകൾ തീർന്നു, ഭാര്യാഭർത്താക്കന്മാർ അകന്നു കഴിഞ്ഞവർ ഒരുമിച്ച് വരാൻ തുടങ്ങി. അതിന് അനുരഞ്ജന കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KST ചെയർമാനായിട്ട് അതിനെ പിതാവ് അനുവദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ ഇതിനെ ഒരു പ്രതികൂലമായിട്ട് എടുക്കുകയും തെറി പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോയി അച്ഛൻ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുകയും ചെയ്യാറുണ്ട്. വെറുതെ ഉണങ്ങിക്കൂടി ഒതുങ്ങിയിരിക്കാമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പൂർവാഭിശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് ഇന്നും ബദലിടവക്കാർ എന്നെ മറക്കുമെന്ന് തോന്നുന്നത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര അനുഭവമായിരുന്നു ഒറ്റ കൊല്ലം കൊണ്ട്. അപ്പോൾ പ്രതിസന്ധികളെ ശരിക്കും പ്രതിസന്ധിയായി കാണാതെ വെല്ലുവിളിയായി കണ്ടാൽ നമുക്കതിനെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് ദൈവം തരും. അതനുഭവിച്ച ആളാണ് തീർച്ചയായിട്ടും. അച്ഛൻ പറഞ്ഞു കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇന്ന് നേരത്തെ അച്ഛൻ പറഞ്ഞു ഉപയോഗിച്ചൊരു വാക്ക്, ആശ്വാസം അനുഭവിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പകരം ഇങ്ങനെയുള്ള വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യത്തിലും ശക്തിയിലും ഒക്കെ ആശ്രയിച്ച് അതിനെ അതിജീവിക്കുക എന്നത് കുറഞ്ഞു വരികയാണ്. നമുക്ക് എങ്ങനെ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാനൊക്കെ ഞാൻ സൂചിപ്പിച്ചു പ്രാരംഭധ്യാനം കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊരു സ്നേഹിക്കുന്നൊരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കരുത്താർജിക്കാനുള്ള യേശുവിൻ്റെ ആ മനോഭാവം, ആ പരിശുദ്ധാത്മാവ് കിട്ടുന്ന ശക്തി, അന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ടോക്കുകൾ, ഒരു പ്രാരംഭ ധ്യാനം അന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ധ്യാനങ്ങൾ. പ്രാരംഭ ധ്യാനം ഇനീഷ്യൽ റിട്രീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രോത്ത് റിട്രീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ശിഷ്യത്വ കോഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷമൊക്കെയാണ് പിന്നെ ഒരു ഫോർമേഷൻ്റെ തലത്തിലൊക്കെയാണ് കോൺഫറൻസുകൾ പോലെയുള്ള ഒരു പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു വന്നാണ് നവീകരണത്തിൽ ഒരു വ്യക്തി പ്രവർത്തിക്കാനൊക്കെ പ്രാപ്തനായി മാറുന്നത്. പക്ഷെ ഇന്ന് ആ തരത്തിലൊക്കെയുള്ള ക്ലാസ്സുകൾ ടോക്കുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ കിട്ടിയ അതുപോലെയുള്ള പരിശീലനങ്ങൾ ശിഷ്യത്വത്തിൻ്റെയൊക്കെ അതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുള്ളത്. ആ പ്രാരംഭ ധ്യാന ശൈലി തന്നെ വീണ്ടും ഉണ്ടാകണം. അത് ഇടവകളിൽ തന്നെ നടക്കുകയും ചെയ്യണം. ഇടവകളിലാണ് ഇത് പ്രാക്ടിക്കലായിട്ടൊക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ടത്. ഇടവക ബേസിൽ പ്രേയർ ഗ്രൂപ്പും പ്രാരംഭ ധ്യാനങ്ങളും ശരിക്കും ഇടവക ബന്ധി തന്നെയാകണം. ബന്ധത്തിൽ ആ ഇടവകയിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇത് നവീകരണം എന്നത് ദൈവാത്മാവിൻ്റെ തഴുകലാണ്. ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥയിൽ പരിപൂർണമായി ആത്മാവിൻ്റെ ചൈതന്യം വന്നു നിറയുന്നു. അതുവരെ സഞ്ചരിച്ച പാതകൾ മാറി സ്വർഗീയ പാതകൾ മുന്നിൽ വരുന്നു. ജീവിതശൈലികൾ മാറി കാൽവരിയുടെ സ്നേഹ ചൈതന്യം നിറയുന്നു. സുവിശേഷം വെറുമൊരു അറിവിനുമപ്പുറം അനുഭവമായി മാറുന്നു. യേശു എന്നത് സ്വന്തം രക്ഷകനും നാഥനും കർത്താവുമായി മാറുന്നു. അതെ, അടിസ്ഥാനപരമായി അത് ഒരു മനുഷ്യനെ ഉടച്ചുവാർക്കുന്നു. ഇടവക തലങ്ങളിൽ കൂട്ടായ്മയും സ്നേഹവും വളരുക വഴി അനേകർ ഈ സമൂഹത്തിലേക്ക് ചേർക്കപ്പെടും എന്ന് കക്കുഴിയച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു വൈദികനെ സംബന്ധിച്ച് വൈദികൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമാണ് ബലിയർപ്പണം അല്ലെങ്കിൽ ബലിജീവിതം.
എല്ലാവരെയും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഒരു വൈദികനെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ ഇപ്പം അച്ഛൻ ഒരു വൈദികൻ എന്ന വണ്ണം, ഒരു പുരോഹിതൻ എന്ന വണ്ണം അച്ഛൻ്റെ ബലിയർപ്പണ ജീവിതത്തെ കരിസ്മാറ്റിക് നവീകരണം എത്രത്തോളം സ്വാധീനിച്ചു? അവിടെ എനിക്ക് പറയാനുള്ളത് നവീകരണ രംഗത്ത് എനിക്ക് കിട്ടിയൊരു പഠനം എന്ന് പറയുന്നത് 2 തരം കാര്യസം ഉണ്ടെന്നാണ്. ആദ്യകാലത്തൊക്കെ കരിസ്മാറ്റിക്കിൽ വളരെ ഊന്നൽ കൊടുത്ത് പറയുമായിരുന്നു. 2 തരം കാര്യസം ഉണ്ട് കരിസ്മാറ്റിക് നവീകരണത്തിൽ. ഒന്ന് ബേസിക് കാര്യസം, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് കാര്യസം. അടിസ്ഥാന വരങ്ങളും സഹായക വരങ്ങളും. ഈ അടിസ്ഥാന വരങ്ങൾക്ക് ഊന്നൽ കൊടുത്താൽ മാത്രമേ സഹായക വരങ്ങൾ ശരിക്കും പുഷ്പിക്കത്തുള്ളൂ. സഹായക വരങ്ങളാണ് ഇന്ന് കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. രോഗശാന്തി വരം, പ്രഘോഷണ വരം, നേതൃത്വ വരങ്ങൾ, അങ്ങനെ വരങ്ങളെല്ലാം തന്നെ സഹായക വരങ്ങളാണ്. പക്ഷേ കുടുംബജീവൻ നയിക്കുന്ന ഒരു അടിസ്ഥാനം കുടുംബം തന്നെയാണ്. വൈദികൻ്റെ അടിസ്ഥാനം രൂപതയും ഇടവകയും ബലിയർപ്പണവുമാണ്. അങ്ങനെയുള്ള ആ അടിസ്ഥാന വരത്തിന് ഊന്നൽ കൊടുക്കണമെന്ന് പ്രാധാന്യം കിട്ടിയത് കൊണ്ടാണ് എത്ര തിരക്കാണെങ്കിലും എവിടെയാണേലും ഈ കുർബാന അർപ്പണം അത് ഭംഗിയായി ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു 4 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് ഇച്ചിരി പ്രമേഹം ഉള്ളതുകൊണ്ട് ഞാൻ നടക്കും 1 മണിക്കൂർ. ഈ നടപ്പ് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറെങ്കിലും പള്ളിയിൽ കാരണോസ്കാര പ്രാർത്ഥന നടത്തും. അതും ഒരു ബേസിക് കാര്യത്തിൽപ്പെട്ടതാണ് കാരണോസ്കാര പ്രാർത്ഥന. രാവിലെ പ്രഭാത പ്രാർത്ഥന ചൊല്ലി കുറച്ച് സമയം ധ്യാനിച്ചൊരുങ്ങി പിന്നെ കുമ്പസാരക്കൂട്ടി പോയിരുന്നു. കുമ്പസാരിപ്പിച്ചിട്ടും കൂടിയാണ് കുർബാന അർപ്പിക്കാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത നമ്മൾ പോകുന്നുള്ളൂ. അല്ലാതെ ഇത് ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാതെയല്ല വചന ശുശ്രൂഷയ്ക്ക് പോകുന്നത്. ഇതിൽ നിന്നാണ് ശക്തി സമാഹരിക്കുന്നത്. അച്ഛനെ അടുത്തറിയുന്ന ആളുകൾ ഒരു ഇടവക വികാരി എന്നോണം കക്കുഴിയച്ഛൻ വളരെ വലിയ വിജയമാണെന്നാണ് അച്ഛനെ അറിയാവുന്ന. അല്ല, ഞാൻ പറഞ്ഞ അച്ഛൻ അത്രയും പ്രാധാന്യം അച്ഛനിരിക്കുന്ന ഇടവകയ്ക്ക്, വീടുകളിലെ പ്രയാസങ്ങൾക്ക്, ഏതറ്റം വരെയും അവരുടെ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ അച്ഛൻ ധൈര്യം കാണിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ. അതൊക്കെ അച്ഛൻ ഈ ഒരു അച്ഛൻ്റെ ബലിയർപ്പണ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിൽ നിന്നാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ പ്രചോദിപ്പിക്കുന്നത് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഏറ്റവും അധികം പ്രകടമായത് സ്വജീവൻ നമുക്ക് തന്നു എന്നുള്ളതാണല്ലോ. ഈ സ്വജീവൻ തന്നതാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ രൂപത്തിലെല്ലാം കർത്താവ് രക്തവും മാംസമായിട്ട് വരുന്നത്. അതുകൊണ്ട് പൗരോഹിത്യമാണ് യേശുവിൻ്റെ മരണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട പഠിപ്പിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഈശോ രോഗശാന്തി കൊടുക്കുമ്പോഴൊക്കെ വചനം പറയും രോഗശാന്തി കൊടുത്തെങ്കിലും പൗരോഹിത്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണത്തിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരോഹിത ലെവലിൽ കുർബാനയിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്. ആ കുർബാന അർപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം അന്നത്തെ ദിവസം അതോടുകൂടി പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അച്ഛാ, നവീകരണം നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 40 വർഷം പിന്നിടുന്നു, ലോകത്തിൽ അത് ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, സഭയെ ആകമാനം നവീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകം നടത്തിയ ഇടപെടലാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. സഭയുടെ എല്ലാ തലങ്ങളിലേക്കും അത് വ്യാപിക്കേണ്ടതുമുണ്ട്. അച്ഛൻ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് അച്ഛൻ ചെയർമാനായിരുന്ന സമയത്ത് അച്ഛൻ പ്രാധാന്യം കൊടുത്ത ആളാണ്. കരിസ്മാറ്റിക് നവീകരണം ഒരു ഭക്തി പ്രസ്ഥാനമല്ല, ഒരു പ്രാർത്ഥനാ പ്രസ്ഥാനമല്ല, അത് സമൂഹത്തിലെ എല്ലായിടത്തേക്കും വ്യാപിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ അന്ന് ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ, മറ്റ് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക തലങ്ങളിൽ, അങ്ങനെ എല്ലായിടത്തേക്കും കരിസ്മാറ്റിക് നവീകരണം സ്വാധീനിക്കണം. അങ്ങനെയാണ് അച്ഛൻ ഫ്രണ്ട്സ് ഓഫ് റിന്യൂവലിലും ഒക്കെ പറഞ്ഞ് ഈ സമൂഹത്തിൻ്റെ പല തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടിയത്. അച്ഛൻ എന്ത് തോന്നുന്നു, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഈ 40 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലത് എല്ലാ സ്ഥലങ്ങളിലേക്കും, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചതായിട്ട് അച്ഛന് തോന്നുന്നുണ്ട്? എനിക്ക് അത്ര കൊണ്ട് തോന്നുന്നില്ല. എനിക്ക് എന്തോ ഇത് ചില മേഖലകളിലും വേദികളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു തലത്തിലേക്കാണോ ചുരുങ്ങുന്നതെന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ. കാരണം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ടവർക്ക് ഇതിൻ്റെ സൽഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ന്യായമായ സംശയമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയെങ്കിൽ അച്ഛാ ഈ ഒരു സാഹചര്യത്തിൽ? ഇത് എല്ലാ ബുദ്ധിതലത്തിലും അതുപോലെ ബിസിനസ് തലത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇത് നമ്മൾ കൂട്ടായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാർഗം പിടിക്കണം. നമ്മൾ ജനത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ നവീകരണത്തിന് നല്ല വശങ്ങളും സഭയുടെ നന്മകളും അതെങ്ങനെ ജനത്തെ സ്വാധീനിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ഒരു KST ലെവലിൽ അല്ലെങ്കിൽ സോണൽ സബ് സോണൽ ലെവലിലൊക്കെ ഉണ്ടായി ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛനറിയാമല്ലോ, അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വളർച്ചയിൽ അതിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു വിശേഷണമായിരുന്നു സുവിശേഷ പ്രഘോഷണ ദാഹം.
അതിലേക്ക് വരുന്ന ആളുകൾക്ക് താൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം, അത് ഏത് വേദിയിലും കൊടുക്കണം, എങ്ങനെയും കൊടുക്കണമെന്നുള്ളൊരു ദാഹം. ഇത്രയും കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ ഒരു ദാഹം കുറയുന്നു എന്ന് അങ്ങനെ അച്ഛന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് എനിക്ക്. അതും ഞാൻ പറഞ്ഞു, ആശ്വസിപ്പിക്കുന്നതിനായ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ ആശ്വാസങ്ങളാണ് പലരും തേടുന്നത്. ആശ്വാസം കിട്ടിക്കഴിയുമ്പം പോയി സ്വസ്ഥമായിട്ടിരിക്കുക. ഇനി ആശ്വാസം കുറയുമ്പോൾ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടുന്നു, കുറച്ച് ആശ്വാസം കിട്ടുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷേ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ കിട്ടുന്നവന് തീർച്ചയായിട്ടും ആ ദൈവത്തെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് യഥാർത്ഥത്തിൽ, ആശ്വാസങ്ങൾക്കല്ല. അവിടെയാണ് ഇവിടെ ദൈവത്തിൻ്റെ 2 സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, കരുണാസ്നേഹവും കൃപാസ്നേഹവും. നമ്മളൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കരുണാസ്നേഹം ആർക്കും നിഷേധിക്കപ്പെടുന്നില്ല. ദൈവം മത്തായി 5:45 ദുഷ്ടൻ്റെ മേൽ ശിഷ്ടൻ്റെ മേൽ മഴ പെയ്യിക്കുന്നു, നീതിമാന്യ രേതിൻ്റെ മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു. മുഖനോട്ടമില്ലാതെ ദൈവം കരുണ വർഷിക്കും, പ്രപഞ്ചത്തിൻ്റെ നന്മകൾ. പക്ഷെ കൃപയുള്ളവർക്ക് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കണം. മാതാവിനെ കൃപ നിറഞ്ഞവളെന്ന് വിളിക്കുന്നത്. വിശുദ്ധർക്കെല്ലാം കൃപയുണ്ടായിരുന്നു. ആ കൃപയുള്ളവർക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആശ്വാസമല്ല കണ്ടെത്തേണ്ടത്, ആശ്വാസം തന്നവനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ പിന്നെ അവനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അവനാണല്ലോ എനിക്ക് തന്ന ആശ്വാസം. അപ്പോൾ ദൈവത്തെ കിട്ടുന്നവന് ദൈവത്തെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ആശ്വാസം കിട്ടുന്നവൻ ആശ്വാസമായിട്ട് പോയിരിക്കുകയുള്ളൂ. ഇന്ന് പലരും, ഞാനത് കുറ്റം പറയുന്നതായിട്ട് പറയരുത്, ഈ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെയല്ല, ദൈവത്തിൻ്റെ ആശ്വാസങ്ങളാണ് പ്രഘോഷിക്കുന്നത്. അപ്പോൾ ഒരു സുഖം തരുന്നൊരു ദൈവം, പക്ഷേ ദൈവത്തെ അല്ല പലപ്പോഴും കൊടുക്കുന്നത്. ദൈവത്തെ കിട്ടുന്നവന്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ അനുഭവമുള്ളവന് കർത്താവിനെ അവനത് ഏത് വേദിയിലും പലോസ്യ പറയും, അവസരത്തിലും അനവസരത്തിലും നീ വചനം പ്രഘോഷിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലേക്ക് കടന്നു വരും. ആശ്വാസം എന്നത് നശ്വരമാണ്. ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ് അനശ്വരനും. അതെ, ഏവരും ആശ്വാസത്തിനായുള്ള പരക്കം പാച്ചിലിലാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നവന് ആശ്വാസം ദൈവമായി മാറുന്നു. തോളിൽ കിടന്നുറങ്ങിയ കുഞ്ഞാട് അനുഭവിക്കുന്ന സാന്ത്വനം ഇടയൻ്റെ നെഞ്ചിലെ ചൂടാണ്. അതെ, കർത്താവിൻ്റെ കരങ്ങളിലെ ആശ്വാസം സ്വീകരിക്കുക. അതിനായി കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുക. ഇതാണ് ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ പുലർത്തേണ്ട മനോഭാവം. ആശ്വാസം കർത്താവിൽ നിന്ന് വരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആശ്വാസത്തിനുമപ്പുറം കർത്താവ് നമുക്ക് പരിപാലകനായി മാറുന്നു. എനിക്ക് തോന്നുന്നു ജൂബിലിയിലേക്ക് നീങ്ങുന്ന നവീകരണം വളരെയേറെ ശ്രദ്ധിക്കേണ്ട തലങ്ങളാണ് ഇതൊക്കെ. അച്ഛൻ ഈ പറഞ്ഞ വളരെ അടിസ്ഥാനപരവും ആഴത്തിലുള്ളതുമായ നവീകരണത്തിൻ്റെ ഈ ശൈലികൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരത്തിലും സഹായകപരത്തിലും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നവീകരണത്തിൻ്റെ വളർച്ച. പിന്നെ നേരത്തെ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ കൂട്ടായ്മയുടെ ആഴത്തിലുള്ള അനുഭവം, അതുപോലെ തന്നെ ആത്മായ വളർച്ച, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച നവീകരണം സഭയുടെ എല്ലാ തലങ്ങളിലേക്കും എല്ലാവരിലേക്കും വ്യാപിക്കുക. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജൂബിലിയിലോടടുക്കുന്ന കരിസ്മാറ്റിക് നവീകരണം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ തുറന്ന ചിന്തകളും, ഒപ്പം എനിക്ക് തോന്നുന്നത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വെല്ലുവിളി. പ്രതിസന്ധികളെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം പറഞ്ഞത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശ്വാസമല്ല, ആശ്വാസം നൽകുന്ന ദൈവത്തെയാണ്. ഇതൊക്കെ നവീകരണം ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതും എന്നാൽ ഇനിയും തിരിച്ചു പോകേണ്ടതുമാണ്. അപ്പോൾ നവീകരണത്തിനാകമാനം ഒരു തിരിഞ്ഞു നോട്ടത്തിന് അച്ഛൻ്റെ ഈ ചിന്തകളെ കാരണമായി. അച്ഛൻ്റെ ഈ സ്നേഹത്തിന്, നവീകരണത്തോടുള്ള സ്നേഹത്തിന്, ഇന്നും ഒരു കരിസ്മാറ്റിക് വൈദികനായി അച്ഛൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന്, നവീകരണത്തെ ഇന്നും വളർത്താനായിട്ടുള്ള അച്ഛൻ്റെ ഈ ആഗ്രഹങ്ങൾക്ക് ഒക്കെ ദൈവം അച്ഛനെ ഇനിയും ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഈ തുറന്ന ചർച്ചകൾക്കും തുറന്ന ചിന്തകൾക്കും എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴി അച്ഛന് എല്ലാ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നവീകരണം ഒരു നിരന്തര പ്രക്രിയയാണ്. ആരും ഒഴിവാക്കപ്പെടാതെ, പ്രായപരിധി കൂടാതെ, ജീവിതാവസ്ഥ വ്യത്യാസമില്ലാതെ ഏവരും ദൈവാത്മാവിനാൽ നവീകരിക്കപ്പെടണം. അതിനാൽ ഇതൊരു സംഘടനയല്ല, പ്രസ്ഥാനവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ജീവിത ശൈലിയാണ്. ഇന്നും നവീകരണ സമൂഹത്തിനെ
ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന കക്കുഴിയച്ഛൻ്റെ പങ്കുവയ്ക്കലുകൾക്ക് നന്ദി. കാലിടറാതെ ഈ സമൂഹത്തിനെ പുതിയ തീരങ്ങളിലേക്ക് ആനയിച്ച അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലുകൾക്ക് നന്ദി. മോശയെപ്പോലെ കരമുയർത്താനും ചെങ്കടലിലെ വഴി തിരഞ്ഞെടുക്കുവാനും കർത്താവിൻ്റെ കരം ദർശിക്കുവാനും നമ്മെ പഠിപ്പിച്ച ഈ വൈദികന് നന്ദി. നവീകരണ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ആരെനിക്കായി പോകും പാടുവാൻ എൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകല്ലോ